അഞ്ചാമത് ലോക കേരള സഭയ്ക്ക് ഇന്ന് തുടക്കം. ജനുവരി 31 വരെ നീണ്ടു നിൽക്കുന്ന ലോക കേരള സഭയിൽ 8 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളും 7 മേഖലാ സമ്മേളനങ്ങളുമാണ് നടക്കുക. ഒന്നിൽ നിന്ന് അഞ്ചാമത് ലോക കേരള സഭയിലേക്ക് എത്തുമ്പോൾ 35 രാജ്യങ്ങൾ എന്നതിന് പകരം 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചു. 125 രാജ്യങ്ങളിൽ നിന്നും 28 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി പ്രതിനിധികളാണ് ഇക്കുറി ലോക കേരള സഭയുടെ ഭാഗമാവുക. പ്രവാസികളായ 182 അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളും ഇക്കുറി സഭയിൽ പങ്കെടുക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ആദ്യത്തെ 2018 ആദ്യ സഭയിൽ 35 രാജ്യങ്ങളിൽ നിന്ന് പ്രവാസി പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ അഞ്ചാമത് സഭയിലേക്ക് എത്തുമ്പം 125 രാജ്യങ്ങളിൽ നിന്നാണ് ഈ ലോക കേരള സഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിട്ടുള്ളത്. ലോകത്തെ എല്ലാ കോണിലും മലയാളിയുണ്ട്. ഇപ്പം 125 രാജ്യങ്ങളിൽ നിന്നും 28 ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുമാണ് ഈ ലോക കേരള സഭയിൽ ആളുകൾ പങ്കെടുക്കുന്നത്. 182 അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളുമാണ് ഈ സഭയിൽ പങ്കെടുക്കുന്നത്. ജനുവരി 30 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നവകേരള നിർമ്മിതിയിൽ പ്രവാസികളുടെ പങ്ക് എന്ന വിഷയത്തെ അധികരിച്ച് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, രവി മാമൻ, ജോൺ ബ്രിട്ടാസ് MP, MA യൂസഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. 8 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളും 7 മേഖലാ സമ്മേളനങ്ങളും നടക്കും. ലോക കേരള സഭയിൽ രാഷ്ട്രീയ ഭേദമന്യേ പ്രതിപക്ഷവും പങ്കെടുക്കേണ്ടതാണെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. ലോക കേരള സഭയിൽ അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. കാരണം ലോകത്തിൻ്റെ എല്ലാ കോണിലും മലയാളികളുണ്ട്. ആ മലയാളികൾ പ്രതിപക്ഷ രാഷ്ട്രീയത്തെയും പിന്തുണക്കുന്നവരുണ്ട്. അവർ പങ്കെടുക്കേണ്ടതാണ്. പക്ഷെ അവരെന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് അവരെ ക്ഷണിച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞ തവണ പങ്കെടുക്കുന്നില്ല, ഇത്തവണയും പങ്കെടുക്കുന്നില്ല. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ലോക കേരള സഭ നടക്കുക. ജനുവരി 29 നിശാഗന്ധിയിൽ പൊതുയോഗവും തുടർന്ന് ഭാരത് ഭവന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.